ക്വിസ് 2024 പഠനഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 3. ചോദ്യം 1. എവിടെയുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്താണ് ഇസ്രായേൽക്കാർക്ക് പരിചയം സിദ്ധിച്ചിട്ടില്ലായിരുന്നത്? ഉത്തരം കാനാനിലെ. ചോദ്യം 2. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലായിരുന്ന ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് ശേഷിപ്പിച്ചത് ആരെ? ഉത്തരം കുറെ ജനതകളെ. ചോദ്യം 3. ഇസ്രായേൽ തലമുറകളെ എന്തഭ്യസിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് കുറെ ജനതകളെ അവശേഷിപ്പിച്ചത്? ഉത്തരം യുദ്ധമുറ. ചോദ്യം 4. ആരെ യുദ്ധം പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത്? ഉത്തരം യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ. ചോദ്യം 5. ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കുവാനായി ദൈവം ശേഷിപ്പിച്ച കുറെ ജനതകളിൽ ആദ്യം പറയുന്നത് എവിടെയുള്ള 5 പ്രഭുക്കന്മാരെ കുറിച്ചാണ്? ഉത്തരം ഫിലിസ്ത്യരുടെ. ചോദ്യം 6. ബാൽ ഹെർമോൻ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള മല ഏത്? ഉത്തരം ലെബനോൻ. ചോദ്യം 7. ലെബനോൻ മലയിൽ താമസിച്ചിരുന്നത് ആര്? ഉത്തരം ഹിവ്യർ. ചോദ്യം 8. ആര് വഴിയാണ് കർത്താവ് ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർക്ക് കൽപ്പനകൾ നൽകിയത്? ഉത്തരം മോശ. ചോദ്യം 9. അങ്ങനെ ഇസ്രായേൽ ജനം എത്ര ദേശക്കാരുടെ ഇടയിലാണ് ജീവിച്ചിരുന്നത്? ഉത്തരം 6. ചോദ്യം 10. തങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്നവരുടെ ആരെയാണ് ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തത്? ഉത്തരം പുത്രിമാരെ. ചോദ്യം 11. ഇസ്രായേൽക്കാർ ആരെയാണ് സേവിച്ചിരുന്നത്? ഉത്തരം തങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്നവരുടെ ദേവന്മാരെ. ചോദ്യം 12. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ആരെയെല്ലാമാണ് ഇസ്രായേൽ സേവിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം ബാൽ ദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും. ചോദ്യം 13. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുമ്പാകെ പ്രവർത്തിച്ചത് എന്ത്? ഉത്തരം തിന്മ. ചോദ്യം 14. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് മറ്റു ദേവന്മാരെ സേവിച്ച ഇസ്രായേൽ ജനത്തെ ആരുടെ കൈകളിലാണ് കർത്താവ് ഏൽപ്പിച്ചത്? ഉത്തരം മെസപ്പൊട്ടാമിയ രാജാവായ കുഷാൻതി ഷാത്തായിമിനെ. ചോദ്യം 15. കാലേബിന്റെ ഇളയ സഹോദരൻ ആര്? ഉത്തരം കെനാസ്. ചോദ്യം 16. കാലേബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ആര്? ഉത്തരം ഒത്നിയേൽ. ചോദ്യം 17. തന്നോട് നിലവിളിച്ച ഇസ്രായേൽ ജനത്തിന് വിമോചകനായി കർത്താവ് നിയമിച്ചത് ആരെ? ഉത്തരം ഒത്നിയേൽ. ചോദ്യം 18. ഒത്നിയേലിന്റെ മേൽ വന്നത് ആര്? ഉത്തരം കർത്താവിന്റെ ആത്മാവ്. ചോദ്യം 19. ഒത്നിയേൽ ന്യായവിധി നടത്തിയത് എവിടെ? ഉത്തരം ഇസ്രായേലിൽ. ചോദ്യം 20. ഒത്നിയേലിന്റെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് ആരെ? ഉത്തരം മെസപ്പൊട്ടാമിയ രാജാവായ കുഷാൻഗ്യാത്യാമിനെ. ചോദ്യം 21. കുഷാൻഷാത്തയീമിനെ മേൽ ആധിപത്യം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഒത്നിയേൽ. ചോദ്യം 22. കുഷാൻഗ്യാത്യാമിന്റെ മേൽ ഒത്നിയേൽ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം എത്ര നാൾ ദേശത്ത് ശാന്തി നിലനിന്നു? ഉത്തരം 40 വർഷം. ചോദ്യം 23. ഒത്നിയേൽ മരിച്ചതിന് ശേഷം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തിനെതിരെ ആരെയാണ് കർത്താവ് പ്രബലനാക്കിയത്? ഉത്തരം മൊവാബ് രാജാവായ എഗ്ലോനെ. ചോദ്യം 25. എഗ്ലോൻ ആരെയെല്ലാം കൂട്ടിയാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയത്? ഉത്തരം അമോന്യരെയും അമലേക്യരെയും. ചോദ്യം 25. ഏതു നഗരമാണ് എഗ്ലോൻ കൈവശമാക്കിയത്? ഉത്തരം ഈന്തപ്പനകളുടെ. ചോദ്യം 26. ഇസ്രായേൽ ജനം മൊവാബ് രാജാവായ എഗ്ലോനെ എത്ര വർഷമാണ് സേവിച്ചത്? ഉത്തരം 18 വർഷം. ചോദ്യം 27. മൊവാബ് രാജാവായ എഗ്ലോനെ സേവിച്ച ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് നൽകിയ വിമോചകൻ ആര്? ഉത്തരം ഏഹൂദ്. ചോദ്യം 28. ഏഹൂദിന്റെ ഗോത്രം ഏത്? ഉത്തരം ബെഞ്ചമിൻ. ചോദ്യം 29. ഏഹൂദിന്റെ പിതാവ് ആര്? ഉത്തരം ഗേര.
ചോദ്യം 30. ഏഹൂദിന് നൽകുന്ന മറ്റൊരു വിശേഷണം ഏത്? ഉത്തരം ഇടതുകയ്യൻ. ചോദ്യം 31. ഏഹൂദ് വംശം ഇസ്രായേൽ രാജാവായ മൊവാബ് രാജാവായ എഗ്ലോന് കൊടുത്തയച്ചത് എന്ത്? ഉത്തരം കാഴ്ച. ചോദ്യം 32. ഏഹൂദ് എന്തുണ്ടാക്കിയാണ് വസ്ത്രത്തിനിടെ അടിയിൽ കെട്ടിവെച്ചത്? ഉത്തരം ഇരുവായ് തലവാൾ. ചോദ്യം 33. ഏഹൂദ് ഉണ്ടാക്കിയ വാളിന്റെ നീളം എന്ത്? ഉത്തരം 1 മുഴം നീളം. ചോദ്യം 34. ഏഹൂദ് താൻ ഉണ്ടാക്കിയ വാൾ വസ്ത്രത്തിനടിയിൽ എവിടെയാണ് കെട്ടിവെച്ചത്? ഉത്തരം വലത്തെ തുടയിൽ. ചോദ്യം 35. എഗ്ലോന് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ഉത്തരം തടിച്ചു കൊഴുത്ത. ചോദ്യം 36. ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് പറഞ്ഞയച്ചത് ആരെ? ഉത്തരം ചുമട്ടുകാരെ. ചോദ്യം 37. എന്തിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഏഹൂദ് തിരിഞ്ഞു നടന്ന് രാജാവിന്റെ അടുക്കൽ വന്നത്? ഉത്തരം ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത്. ചോദ്യം 38. തിരിഞ്ഞു നടന്നു വന്ന ഏഹൂദ് രാജാവിനോട് പറഞ്ഞത് എന്ത്? ഉത്തരം അല്ലയോ രാജാവേ, എനിക്ക് അങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട്. ചോദ്യം 39. ഒരു രഹസ്യ സന്ദേശം അറിയിക്കുവാനുണ്ട് എന്ന് ഏഹൂദ് രാജാവിനോട് പറഞ്ഞപ്പോൾ ആരോടാണ് പുറത്തു പോകാൻ രാജാവ് ആജ്ഞാപിച്ചത്? ഉത്തരം പരിചാരകരോട്. ചോദ്യം 40. രാജാവ് എവിടെ ഇരിക്കുകയായിരുന്നു? ഉത്തരം വേനൽക്കാല വസതിയിൽ. ചോദ്യം 41. ആരിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എന്റെ പക്കലുണ്ട് എന്നാണ് ഏഹൂദ് രാജാവിനോട് പറഞ്ഞത്? ഉത്തരം ദൈവത്തിൽ നിന്ന്. ചോദ്യം 42. ഏഹൂദ് വാൾ വലിച്ചെടുത്ത് ചെയ്തത് എന്ത്? ഉത്തരം രാജാവിന്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി. ചോദ്യം 43. രാജാവിന്റെ വയറ്റിൽ വാൾ ശക്തിയായി കുത്തിയിറക്കിയപ്പോൾ വാളോടൊപ്പം അകത്ത് കടന്നത് എന്ത്? ഉത്തരം പിടിയും. ചോദ്യം 44. വാൾ ഊരി എടുക്കാതിരുന്നത് കൊണ്ട് സംഭവിച്ചത് എന്ത്? ഉത്തരം കൊഴുപ്പ് അതിനെ മൂടി. ചോദ്യം 45. രാജാവിന്റെ വയറ്റിൽ വാൾ ഇറക്കിയതിനു ശേഷം ഏഹൂദ് ചെയ്തത് എന്ത്? ഉത്തരം പൂമുഖത്തിറങ്ങി രാജാവിനെ അകത്തിട്ട് വാതിലടച്ചുപൂട്ടി. ചോദ്യം 46. ഏഹൂദ് പോയി കഴിഞ്ഞപ്പോൾ വന്നത് ആര്? ഉത്തരം പരിചാരകർ. ചോദ്യം 47. ഏഹൂദ് പോയി കഴിഞ്ഞപ്പോൾ വന്ന പരിചാരകർ കണ്ടത് എന്ത്? ഉത്തരം മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത്. ചോദ്യം 48. മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവ് എവിടെയായിരിക്കുമെന്നാണ് പരിചാരകർ വിചാരിച്ചത്? ഉത്തരം ദിനചര്യയ്ക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന്. ചോദ്യം 49. കാത്തിരുന്നു കുഴഞ്ഞ പരിചാരകർ മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ ചെയ്തത് എന്ത്? ഉത്തരം താക്കോൽ എടുത്ത് തുറന്നു. ചോദ്യം 50. താക്കോലെടുത്ത് മുറിയുടെ വാതിലുകൾ തുറന്ന പരിചാരകർ കണ്ടത് എന്ത്? ഉത്തരം രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നത്. ചോദ്യം 51. പരിചാരകർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് എവിടേക്കാണ് രക്ഷപ്പെട്ടത്? ഉത്തരം സെയ്റായിലേക്ക്. ചോദ്യം 52. എന്തിനപ്പുറമുള്ള സെയ്റായിലേക്കാണ് ഏഹൂദ് രക്ഷപ്പെട്ടത്? ഉത്തരം ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള. ചോദ്യം 53. എവിടെ എത്തിയപ്പോഴാണ് ഏഹൂദ് കാഹളം മുഴക്കിയത്? ഉത്തരം എഫ്രായിം മലമ്പ്രദേശത്ത്. ചോദ്യം 54. ഇസ്രായേൽ ജനം ഏഹൂദിന്റെ നേതൃത്വത്തിൽ എവിടെ നിന്നാണ് താഴേക്ക് ഇറങ്ങിയത്? ഉത്തരം മലയിൽ നിന്ന്. ചോദ്യം 55. തന്നോടൊപ്പം മലയിൽ നിന്ന് താഴേക്കിറങ്ങിയ ഇസ്രായേൽ ജനത്തോട് ഏഹൂദ് പറഞ്ഞത് എന്ത്? ഉത്തരം എന്റെ പിന്നാലെ വരിക. ചോദ്യം 56. കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ ആരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഏഹൂദ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? ഉത്തരം മൊവാബ്യരെ. ചോദ്യം 57. മൊവാബിനെതിരെയുള്ള എന്താണ് ഇസ്രായേൽ ജനം പിടിച്ചടക്കിയത്? ഉത്തരം ജോർദാന്റെ കടവുകൾ. ചോദ്യം 58. അന്ന് ഇസ്രായേൽ ജനം എത്ര പേരെയാണ് കൊന്നത്? ഉത്തരം
ധീരന്മാരും കരുത്തുറ്റവരുമായ 10,000-ഓളം മൊവാബിരെ. ചോദ്യം 59. ആ ദിവസം ഇസ്രായേലിന് അധീനമായത് എന്ത്? ഉത്തരം മോവാബ്. ചോദ്യം 60. മോവാബ് ഇസ്രായേലിന് അധീനമായതിനു ശേഷം എത്ര വർഷത്തേക്കാണ് നാട്ടിൽ ശാന്തി നിലനിന്നത്? ഉത്തരം 80 വർഷം. ചോദ്യം 61. യഹൂദിന്റെ പിൻഗാമി ആര്? ഉത്തരം ഷംഗാർ. ചോദ്യം 62. ഷംഗാറിന്റെ പിതാവ് ആര്? ഉത്തരം അനാത്ത്. ചോദ്യം 63. ഷംഗാർ ചാട്ട കൊണ്ട് കൊന്നത് ആരെ? ഉത്തരം 600 ഫിലിസ്ത്യരെ. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻരിയച്ചാത്തായിമിനെ ഇസ്രായേൽ ജനം എത്ര വർഷം സേവിച്ചു? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക.